പീരുമേട് എം.എൽ.എയും CPI നേതാവുമായ വാഴൂർ സോമൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. 72 വയസ്സായിരുന്നു. തിരുവനന്തപുരത്ത് റവന്യൂ അസംബ്ലിയിൽ പങ്കെടുക്കുമ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ MN സ്മാരകത്തിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. MN സ്മാരകത്തിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വണ്ടിപ്പെരിയാറിലേക്ക് കൊണ്ടുപോയി. നാളെ രാവിലെ 11 മണി മുതൽ വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടാകും. വിവരങ്ങളുമായി MG പ്രതീഷ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, അവസാന നിമിഷവും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ വാഴൂർ സോമന്റെ മടക്കം. ഇന്ന് രാവിലെ ഈ റവന്യൂ അസംബ്ലിയിൽ പങ്കെടുക്കാനാണ് തലസ്ഥാനത്ത് അദ്ദേഹം എത്തിയത്. തുടർന്ന് ഈ ഇടുക്കി ജില്ലയുടെ സെക്ഷൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നത്. റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഒപ്പമുണ്ടായിരുന്നു. തുടർന്ന് ശാസ്തമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഹൃദയാഘാതം എന്നതാണ് ആശുപത്രി അധികൃതർ അറിയിച്ച കാര്യം. തുടർന്ന് ആശുപത്രിയിൽ നിന്ന് MN സ്മാരകത്തിലേക്ക് മൃതദേഹം കൊണ്ടുവന്നു. മുഖ്യമന്ത്രി ആശുപത്രിയിലും MN സ്മാരകത്തിലും എത്തി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മന്ത്രിമാർ, മറ്റു പാർട്ടി നേതാക്കൾ എല്ലാം തന്നെ MN സ്മാരകത്തിൽ എത്തിയാണ് അന്തിമോപചാരം അർപ്പിച്ചത്. രാത്രി 8 മണിയോട് കൂടിയാണ് MN സ്മാരകത്തിൽ നിന്ന് വണ്ടിപ്പെരിയാറിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോയത്. നാളെ വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടായിരിക്കും. അതിനുശേഷം വൈകിട്ട് 4 മണിയോടുകൂടി വീട്ടുവളപ്പിൽ സംസ്കരിക്കുമെന്നതാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ഉന്മേഷ്, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.